ലൈംഗിക ആരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ സസ്പെൻഷൻ സ്പീക്കറെ അറിയിക്കാൻ കോൺഗ്രസിൽ ആലോചന. അന്തിമ തീരുമാനം ഉടൻ വേണമെന്നാണ് ഭൂരിഭാഗം നേതാക്കളുടെയും നിലപാട്. സഭാ സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കാനിരിക്കെ നടപടി ചൂണ്ടിക്കാണിച്ച് പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് കത്ത് നൽകിയേക്കും. രാഹുലുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ രണ്ടഭിപ്രായമില്ലെന്നും സാമൂഹിക മാധ്യമങ്ങളിൽ കാണുന്ന വിഷയത്തിൽ എല്ലാം അഭിപ്രായം പറയേണ്ടതില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു. വരുന്ന 15-ാം തീയതിയാണ് നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കുന്നത്. കുന്നംകുളം കസ്റ്റഡി മർദ്ദനം അടക്കം സംസ്ഥാന സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും പ്രതിരോധത്തിലാക്കുന്ന നിരവധി വിഷയങ്ങൾ സഭയിൽ ഉന്നയിക്കാനുള്ള വലിയ തയ്യാറെടുപ്പിലാണ് പ്രതിപക്ഷം. അതിനിടയിൽ ലൈംഗികാരോപണ വിവാദത്തിൽപ്പെട്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തിയാൽ സഭയിൽ പ്രതിപക്ഷത്തിനെതിരെ അത് ഭരണപക്ഷം ആയുധമാക്കി മാറ്റുമെന്ന വിലയിരുത്തലിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കേണ്ടതില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്. പക്ഷേ സമാനമായ ആരോപണം നേരിട്ടവർ ഭരണപക്ഷത്തും ഉണ്ടെന്നിരിക്കെ രാഹുലിനോട് എന്തിന് അങ്ങനെ ഒരു വിവേചനം കാണിക്കുന്നു എന്നതാണ് രാഹുലിനെ അനുകൂലിക്കുന്ന ചില നേതാക്കൾ മുമ്പോട്ട് വെക്കുന്ന ആക്ഷേപം. പക്ഷേ അത് മുഖവിലക്കെടുക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായേക്കില്ല എന്നാണ് സൂചന. ഈ പശ്ചാത്തലത്തിലാണ് സ്പീക്കറെ ഈ വിഷയത്തിൽ കൃത്യമായി നിലപാട് അറിയിക്കാൻ, അതായത് പാർട്ടി ഇങ്ങനെ ഒരു നടപടിയെടുക്കാനുണ്ടായ സാഹചര്യം രേഖാമൂലം കത്ത് മുഖേന സ്പീക്കറെ അറിയിക്കാനുള്ളൊരു നീക്കം നേതൃതലത്തിൽ പുരോഗമിക്കുന്നത്. കോൺഗ്രസിലെ ഒരാളും അതിനെക്കുറിച്ച് അഭിപ്രായം പറയില്ല. അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. അതാണ് വിവരം. ബാക്കി കാര്യത്തെക്കുറിച്ചൊക്കെ പാർട്ടി തീരുമാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ടി പ്രസിഡന്റ് നിങ്ങളെ അറിയിക്കും. അല്ലാതെ ഒരു തീരുമാനവും ഞങ്ങൾ എടുത്തിട്ടില്ല. അതിന്റെ അകത്ത് രണ്ടഭിപ്രായത്തിന്റെ പ്രശ്നമില്ല. സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും കയറി വല്ലത് എഴുതിയെന്നും മറുപടി പറയേണ്ട ബാധ്യതയൊന്നും ഞങ്ങൾക്കാർക്കുമില്ല. പാർട്ടിയുടെ നേതാക്കന്മാരോ ആരും അതിനെക്കുറിച്ച് അഭിപ്രായം പറയില്ല. പാർട്ടി ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കും. അത് KPCC പ്രസിഡന്റ് നിങ്ങളെ അറിയിക്കും. അത്രയല്ലോ. പാർട്ടിയുടെ ഒരു അന്തിമ അനുമതിയോടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന വിവരം ഔദ്യോഗികമായി സ്പീക്കറെ അറിയിക്കുക. അങ്ങനെ അറിയിച്ചതിന് ശേഷം രാഹുൽ സഭയിലെത്താനുള്ള നീക്കം നടത്തിയാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം രാഹുലിന് തന്നെ ആയിരിക്കുമെന്ന കാര്യവും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ സ്പീക്കറെ അറിയിക്കുമെന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കാനിടയായ സാഹചര്യം സംബന്ധിച്ച താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്കും നേതാക്കൾക്കും നിലനിൽക്കുന്ന അവ്യക്തത നീക്കുന്നതിനു വേണ്ടി ബൂത്ത് തലം വരെയുള്ള പാർട്ടിയിലെ എല്ലാ ഘടകങ്ങളെയും കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടിക്കകത്തു നിന്നും പുറത്തുനിന്നും ഉയർന്നു വന്ന ആരോപണങ്ങൾ സംബന്ധിച്ചും അതിന്റെ നിജസ്ഥിതി സംബന്ധിച്ചും ഇങ്ങനെ ഒരു നടപടിയെടുക്കാനുണ്ടായ അനിവാര്യത സംബന്ധിച്ചും ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഔദ്യോഗികമായ വിശദീകരണം ഉടൻ കീഴ്ഘടകങ്ങളിലേക്ക് കൈമാറുമെന്ന സൂചനയാണ് KPCCയുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത്.